അസ്സലാമലൈക്കും. ഗുഡ് മോർണിംഗ്. സലാം അടക്കാത്ത വേലാല്. നിങ്ങൾ എന്താ പറഞ്ഞത്? ഇതൊന്ന് ചേഞ്ച് ആക്കി തരണം. ഇത് സൈക്കിളല്ലേ, ചേഞ്ച് ആക്കാൻ പച്ചക്കായി പോയാ മതി. നമ്മൾ ഏതെങ്കിലും കടയിൽ പോയിക്കോളാ. നിങ്ങൾ 2 വീലറിന് എഴുതി വെച്ചോണ്ട് ഇങ്ങോട്ട് വന്നാണ്. സ്കൂട്ടറിന് ഉദ്ദേശിച്ചാ ഞങ്ങൾ 2 വീലറിന് എഴുതിയത്. ഉദ്ദേശം മനസ്സിൽ പോരാ, ഓടും വലും കൂടിയും ക്ലിയർ ആക്കണം. ഉത്തരവ്. ഇത് അപ്പുറം എത്തിയതാണല്ലോ. ശരിയാ, അപ്പുറത്തെ പീടിയാന്നാ ഇത് ഇപ്പുറത്തെത്തിച്ചത്. ഇത് പാപ്പരയക്കണെന്നാ മാഷെ ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാരും ഉദ്ദേശക്കാരാണ്. ആട്ടെ, ഇതിന്റെ സിസ്റ്റമാറ്റിക്കുകളൊക്കെ എങ്ങനെയാണ്? മനസ്സിലായില്ല. ഇതിന്റെ ആലുമൂലം എങ്ങനെയാന്ന് അത് നമ്മൾ ഇംഗ്ലീഷ് ചോദിച്ചാണ്. ഞാൻ ബോസിനെ വിളിക്കാം. എങ്ങനെ മുതലാളിന്റെ കണ്ടീഷൻസ്? റെഡി ക്യാഷ് ആണെങ്കിൽ 13,000, 10% റിഡക്ഷൻ കഴിച്ച് 11,700 കൊടുത്താൽ മതി. എക്സ്ചേഞ്ച് ആണെങ്കിൽ 16. പഴയ സൈക്കിളിന്റെ വില കഴിച്ച് ബാക്കി തന്നാ മതി. അപ്പൊ നമ്മളെ സൈക്കിളിന് എന്തിട്ടും? 1,500. 2,000 കൂട്ട. 2,000 കഴിച്ച് നമ്മള് ബാക്കി 1,400 അടക്കണം. അപ്പെങ്കി 2,300 നഷ്ടല്ല മുതലാളി. നക്കാപ്പിച്ചക്ക് ആക്രിക്കാർക്ക് തൂക്കി കൊടുക്കേണ്ട ഈ പഴയ സാധനത്തിന് ഞങ്ങൾ നല്ല വില തരുന്നില്ലേ? ആ തുകയുടെ ബാക്കിയല്ലേ ഞങ്ങൾ പുതിയ സൈക്കിളിന് ഈടാക്കുന്നുള്ളൂ. എങ്ങനെ കൂട്ടിക്കിച്ച് പെരിക്കരിച്ചാലും ഇത് നഷ്ടക്കച്ചവടാണ്. നഷ്ടം നിങ്ങക്ക്, എനിക്ക് എന്റെ ലാഭമല്ലേ വലുത്. അപ്പൊ ഈ എക്സ്ചേഞ്ച് ആദായ വിൽപ്പന എന്നൊക്കെ പറഞ്ഞ തട്ടിപ്പാണല്ലേ? തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാണ്ട് ഈ കാലത്ത് ജീവിക്കാൻ കഴിയോ മാഷേ? കച്ചവടത്തിൽ കപടം പാടില്ല എന്നാണ് പഴമക്കാര് പറഞ്ഞത്. പഴമക്കാര് വേറെ ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. കച്ച കെട്ടി കപടം ചെയ്യുന്നതാ കച്ചവടം. അതാ കച്ചവടം.